അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം തിരുവാതിര, പുണർദത്തിൻ മുക്കാല്, അതായത് പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവർക്ക് വ്യാഴം ലഗ്നത്തിൽ തന്നെയാണ്. അത് അവരുടെ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളിൽ അത് നിഴലിക്കും. അവർക്ക് അവരുടെ ചിന്താശക്തി വർദ്ധിക്കും. പുതിയ ആശയങ്ങൾ രൂപപ്പെടും. അത് ഒരു തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ജോലിയിലും ഒക്കെ അവർക്ക് ഈ തരത്തിലുള്ള പ്രത്യേകിച്ച് ചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നടത്തുന്നവർക്ക്, പഠനം, ഗവേഷണം മുതലായിട്ടുള്ളവ, മീഡിയ സംബന്ധിച്ചുള്ള ആൾക്കാർ, കൗൺസിലിംഗ് അഥവാ അഡ്വക്കസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ഉള്ളവർക്ക് വലിയ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുപോലെ പുതിയ ഈ മേഖലകളിലും മറ്റും പ്രത്യേകിച്ച് കോഴ്സുകളോ ഒക്കെ അറ്റൻഡ് ചെയ്യണം, അഥവാ അത് പുതിയ കോഴ്സിന് ചേരണം എന്നുള്ളവർക്ക് ആ ആഗ്രഹം സാധിക്കുകയും ചെയ്യും. പുതിയ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങും. അത് അനുകൂലമായിട്ട്, ഭാവിയിലേക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒക്കെ അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്.